കേസ് കൊടുക്കണ്ട അവർക്ക്. കേന്ദ്ര സർക്കാർ രാജ്യമാകെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളുടെ വീടുകൾ റെയ്ഡ് ചെയ്യുകയും തുടർന്ന് കിട്ടിയ വിവിധങ്ങളായ തെളിവുകളുടെ സാക്ഷ്യത്താൽ പോപ്പുലർ ഫ്രണ്ട് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് അന്വേഷണ വഴിയിൽ തെളിഞ്ഞതിന് പ്രകാരം 28/9/2022 പ്രസ്തുത സംഘടനയുടെ രാജ്യത്തെ പ്രവർത്തനം നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. രാജ്യസുരക്ഷ, ക്രമസമാധാനം തകർക്കൽ തുടങ്ങിയവ കണക്കിലെടുത്താണ് 8ഓളം വരുന്ന അനുബന്ധ സംഘടനകളെയും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. IS ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് ആളെ തിരഞ്ഞെടുത്ത് അയക്കുന്നത് മുതൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സ്വരൂപിക്കൽ എന്നിങ്ങനെ നിരവധി രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കടിഞ്ഞാൻ പിടിച്ചവർ തന്നെയാണ് എത്രയോ മുൻപ് തന്നെ നിരോധിക്കപ്പെടേണ്ട പ്രസ്തുത സംഘടന. യഥാർത്ഥത്തിൽ ഇതിനകം നിരോധിക്കപ്പെട്ട NDF എന്ന സംഘടനയുടെ പുതിയ മുഖമാണ് പോപ്പുലർ ഫ്രണ്ട്. PFIയിലും SDPI എന്ന പാർട്ടിയിലും മുൻപ് തന്നെ നിരോധിക്കപ്പെട്ട സിമി എന്ന ഭീകര സംഘടനയുടെ മുൻകാല പ്രവർത്തകരുടെ സാന്നിധ്യം ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഈ ഭീകരവാദ സംഘടനകളിൽ പ്രകടമാണ്. തൊടുപുഴയിലെ ന്യൂമാൻ കോളേജ് അധ്യാപകനായ പ്രൊഫസർ TJ ജോസഫിന്റെ കരങ്ങൾ ഖുറാൻ അനുശാസിക്കുന്ന വിധം വിപരീത ദിശയിൽ നിന്നും വെട്ടിയെടുത്ത് വലിച്ചെറിഞ്ഞ കാടത്തം കേരളം ഇനിയും മറന്നിട്ടുണ്ടാവില്ല. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച TJ ജോസഫിന്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പുസ്തകം മാനവിക ബോധമുള്ള ഒരു മനുഷ്യനും കണ്ണീരിറ്റി വീഴാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല എന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന മുഹമ്മദ് നബിയുടെ കേരളത്തിലെ പിന്മുറക്കാരുടെ വർഗവെറിയുടെ പ്രബലമായ ഒരു ഉദാഹരണമാണ്. ഇന്ത്യയിലെ തീവ്രവാദ സംഘടനകളെ ഹാസ്യാത്മകമായി ഞാൻ 3ആയി തരംതിരിക്കുകയാണ്. 1, ബിൻ ലാദൻ. ഞാൻ ഇതുവരെ പറഞ്ഞു നിർത്തിയ സംഘടനയുടെ ആഗോള ബന്ധങ്ങളും അത്യാധുനിക ആയുധങ്ങളും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിലേക്കായി വിദേശത്തു നിന്നെത്തുന്ന തീവ്രവാദ ചെലവിലേക്കുള്ള സാമ്പത്തികവും ഒക്കെ വരവ് ചേർക്കുമ്പോൾ ബിൻ ലാദനുമായി മിനിമം ഞാൻ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ ഇസ്ലാമിക സംഘടനകളെ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. ഇനി 2ഉം 3ഉമായി കീലേരി അച്ചു, വെട്ടിച്ചിറ ഡയമണ്ട് എന്നിങ്ങനെയുള്ള സിനിമാ കഥാപാത്രങ്ങളെ ഉപമിച്ച് നമുക്ക് തുടരാം. ഗുണ്ടകളുടെ പരസ്യ ബോർഡിൽ ബുദ്ധിയല്ല ശക്തിയാണ് പ്രധാനം എന്നെഴുതി വെച്ചിരിക്കും പോലൊരു ഹാസ്യമാണ് കീലേരി അച്ചു എന്ന ദേശീയ തീവ്രവാദ സംഘടനയായ RSSന്റെ കാര്യം. മണ്ടന് മസിൽ വെച്ച തരത്തിൽ ഒരു തീവ്രവാദിയാണെങ്കിലും കൃത്യമായും ഒരു രാജ്യം കുട്ടിച്ചോറാക്കാനുള്ള ആശയ സംഹിതകൾ തീവ്രമായി എടുത്തുപയോഗിക്കുന്ന ഇന്ത്യൻ നാസികൾ തന്നെയാണ് RSS. 1948 RSS എന്ന സംഘടന നിരോധിക്കപ്പെട്ടത് ഗാന്ധിയുടെ വധത്തെ തുടർന്നാണ്. RSSന്റെ എല്ലാ നേതാക്കളുടെയും പ്രസംഗങ്ങൾ മുഴുവൻ വർഗീയ വിഷം നിറഞ്ഞതായിരുന്നു. ഇത്തരത്തിൽ വിഷമയമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച ഭീകരമായ അവസ്ഥയുടെ അന്തിമ ഫലമാണ് ഗാന്ധിവധം. ഗാന്ധിയുടെ മരണശേഷം RSSകാർ സന്തോഷം പ്രകടിപ്പിക്കുകയും മധുര വിതരണം നടത്തുകയും ചെയ്തു.
സർദാർ വല്ലഭായ് പട്ടേൽ ഗോൾവാൾക്കറിന് എഴുതിയ കത്തിലെ വരികളാണ് മേൽ പറഞ്ഞത്. കേശവ ബലിറാം ഹെഡ്ഗേവാറിനാൽ 1925 നാഗ്പൂരിൽ സ്ഥാപിതമായ നാൾ മുതൽ ഈ വർത്തമാനത്തിൽ വരെ RSSന്റെ ഓരോ നെടുവീർപ്പും ഹൈന്ദവ രാഷ്ട്ര നിർമ്മാണത്തിനായുള്ള കഠിനാധ്വാന ഫലമായി ഉണ്ടായത് തന്നെ. ബാബറി മസ്ജിദ് തകർക്കുകയും രാമക്ഷേത്ര നിർമ്മാണത്തിനായി തങ്ങളുടെ അധീനതയിലുള്ള സർക്കാരിനെ ചട്ടുകമായി ഉപയോഗിക്കുകയും മാത്രമല്ല, അക്കമിട്ട് നിരത്തിയാൽ ഭാരതത്തിൽ നടന്ന ഭൂരിഭാഗം വർഗീയ കലാപങ്ങളുടെയും സൂത്രധാരൻ RSS തീവ്രവാദികൾ തന്നെയാണ്. 28/9/2022 വിദേശകാര്യ സഹമന്ത്രിയും BJP നേതാവുമായ V മുരളീധരൻ നടത്തിയ ഒരു പത്രപ്രസ്താവനയിൽ പോപ്പുലർ ഫ്രണ്ടിനെ RSSുമായി താരതമ്യം ചെയ്യുന്നത് കപട മതേതരത്വമാണ് എന്ന് പറഞ്ഞിരുന്നു. ഇതുതന്നെയാണ് യുക്തിവാദി ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഏടുകളിൽ പ്രസ്തുത വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ നിഷ്പക്ഷർ എന്ന് അവകാശപ്പെടുന്നവരിൽ നിന്നുപോലും ഉണ്ടാകുന്ന അഭിപ്രായം. ഇവരോടാണ് എനിക്ക് എൻ്റെ മനസ്സിലെ ഒരു വലിയ സംശയം ചോദിക്കാനുള്ളത്. ആ സംശയം ലളിതമായി തന്നെ അവതരിപ്പിക്കാനായിട്ടാണ് ഞാൻ മുകളിൽ 3 ഹാസ്യാത്മക നാമം ചേർത്ത് വെച്ച് മുന്നോട്ട് പോയത്. ആ സംശയം ചോദിക്കുന്നതിന് മുന്നേ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവം കൂടി ചേർത്ത് വയ്ക്കട്ടെ. സ്വതന്ത്ര ചിന്താവേദികളിലെ സ്ഥിര സാന്നിധ്യവും പ്രഭാഷകനും ഒക്കെയാണ് ആലപ്പുഴ സ്വദേശി ശ്രീ ജസ്റ്റിൻ VS. അദ്ദേഹം തൻ്റെ അച്ഛനും അമ്മയുമൊക്കെയായി സ്വൈര്യവിഹാരത്തോടെ താമസിച്ചു വന്ന തൻ്റെ വീട്ടിലേക്ക് കൊലവിളിയും തെറിവിളിയുമായി ഒരു കൂട്ടർ കടന്നു വരുന്നു. പുറത്തു വന്ന ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിൽ ആയുധ സജ്ജരല്ലെന്ന് തോന്നും. എന്നാലും വെള്ളം വീഞ്ഞാക്കി അപ്പം 5000 പകുത്ത ജലത്തിന് മീതി നടന്ന സർവോപരി കന്യക പ്രസവിച്ച യേശു എന്ന അമാനുഷികൻ തൻ്റെ അസ്തിത്വത്തിന് നേർക്ക് ചോദ്യചിഹ്നമിട്ട ശ്രീ ജസ്റ്റിനെ കായികമായി കൈകാര്യം ചെയ്യാൻ കുറെ ഡയമണ്ട് ചട്ടമ്പിമാരെ പറഞ്ഞു വിട്ടപ്പോൾ പോക്കറ്റിൽ ഒരു പേനാക്കത്തിയെങ്കിലും ഇട്ടുകൊടുത്തില്ല എന്ന് വിശ്വസിക്കാനാകുന്നു. ഞാൻ എൻ്റെ സുഹൃത്ത് വലയത്തിലുള്ള ശ്രീ ജസ്റ്റിന് സംഭവിച്ചത് ഓർമ്മയിൽ നിന്നും ഉദാഹരിക്കുമ്പോൾ കുഞ്ഞാടുകൾ കന്യാമറിയത്തിന്റെ കന്യകാത്വം തെളിയിക്കുന്നതിനായി ഡയമണ്ട് ചട്ടമ്പിമാരെ വിട്ട ഏക സംഭവമായി ഇതിനെ ലഘൂകരിക്കരുത്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്: സാമ്പത്തിക ഭദ്രതയും അനുകൂല ചുറ്റുപാടുകളും കുറച്ചുകൂടി ധൈര്യവും ഒരല്പം കൂടി ബുദ്ധിയും ഉണ്ടായിരുന്നെങ്കിൽ കീലേരി അച്ചുവും വെട്ടിച്ചിറ ഡയമണ്ടും ഒക്കെ ബിൻ ലാദൻ ആകുമായിരുന്നു. അപ്പോൾ ബിൻ ലാദനെ വെച്ച് നോക്കുമ്പോൾ മറ്റു 2 പേർക്കും ഗുണകരമായ സാഹചര്യങ്ങൾ വന്നു ഭവിച്ചില്ല എന്നേയുള്ളൂ. ഗുണകരമായ സാഹചര്യങ്ങൾ ഒത്തുചേർന്ന ഒന്നാമൻ രാജ്യാന്തര തീവ്രവാദവും മറ്റും നടത്തുമ്പോൾ രണ്ടാമനും മൂന്നാമനും പെട്ടിക്കടയിൽ തൂക്കിയിട്ട പഴമെറുത്ത് തിന്നിട്ട് കത്തി കാട്ടി കാശ് കൊടുക്കാതെ പോകുന്നു. ആശയം ഒന്ന് തന്നെയല്ലേ? ഗുണകരമായ സാഹചര്യങ്ങളുടെ വ്യതിയാനം മാത്രമല്ലേ ഉള്ളൂ. ഇതാണ് എൻ്റെ മതം, ഇതാണ് എൻ്റെ വേദപുസ്തകം, എൻ്റെ മതത്തിൽ നിന്നുകൊണ്ട് എൻ്റെ വേദപുസ്തകത്തിനെ വിധേയപ്പെട്ട് മാത്രം ജീവിച്ചാൽ മതി. ഈ ഡയലോഗ് യന്ത്രത്തോക്ക് ചൂണ്ടിപ്പറഞ്ഞാലും വടിവാള് കാട്ടി പറഞ്ഞാലും പേന കത്തി കട്ടി പറഞ്ഞാലും ആ ഡയലോഗിനല്ലേ പ്രാമുഖ്യം.